വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് 10 രൂപയുടെ 3 ബോട്ടിലുകളാണ്. ആർക്കും വളരെ സിമ്പിളായി 20 രൂപ ചിലവിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലായൊന്നും പറയുന്നില്ല, വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇത് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 10 രൂപയുടെ ബോട്ടിലുകളാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇനിയൊരു തെർമാക്കോൾ ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഒരു പകുതി മതിയാവും. പിന്നെ ഒരു സ്പോഞ്ചിൻ്റെ ഇതുപോലെ കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കും. 10 രൂപ ഉള്ളൂ ഇതിന് റേറ്റ്. പിന്നെ ഒരു 3 5 കളർ LED വേണം. പിന്നെ ഒരു 1Kയുടെ ഒരു റെസിസ്റ്ററും. ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇതിന് ഔട്ട്പുട്ട് കൊടുക്കുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ 12 വോൾട്ടിന് ആവശ്യമായത് 1Kയുടെ റെസിസ്റ്ററാണ്. അപ്പം ഈ ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫീമെയിൽ പോർട്ടും നമുക്ക് ആവശ്യമായിട്ട് ഉള്ളതാണ്. ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. ഇതിന് ആദ്യം ഈ ഒരു പച്ച ബോട്ടിലെടുത്ത് അതിൻ്റെ മുകളിലെ ആ ഒരു സീൽ നമുക്ക് ഒഴിവാക്കി മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലീഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു പച്ച ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മാർക്കർ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു കളർ പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലീഫിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമുക്ക് വരച്ചെടുക്കാം. ശേഷം ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചോ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് 1 3 4 നമുക്ക് ഇതുപോലെ ലീഫുകൾ കട്ട് ചെയ്ത് എടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു 2 ബോട്ടിലിൻ്റെ ആ ഒരു സീൽ നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മുകളിലെ ആ ഒരു ടോപ്പിൻ്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലൈസായിട്ട് ചെറുതായി അടുപ്പിച്ച് എത്ര അടുപ്പിക്കുന്നു അത്രയും നമുക്ക് ഒരു ഫ്ലേവറിൻ്റെ ഭംഗി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുപ്പിച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഭംഗിയായി തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബോട്ടിലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ബോട്ടിൽ നമ്മൾ മുകളിലും താഴെയാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ താഴെയുള്ള ഈ ഒരു ഫ്ലേവറിൻ്റെ അതുപോലെ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഒരു വിടർത്തി എടുക്കണം. ഒരു ഇതുപോലെ ഫെബിഗോൾ തേച്ച് അതിൻ്റെ മുകളിലായി ഈ ഒരു സ്പോഞ്ച് നമുക്ക് വെച്ച് വളരെ ഭംഗിയായി തന്നെ കളർഫുള്ളായി ഒട്ടിച്ചെടുക്കണം. ഒരു ഫ്ലേവറിൻ്റെ രണ്ടാമത്തെ ലെയർ ഉദ്ദേശിക്കുന്ന ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലായി മാത്രം ഇതുപോലെ വളച്ച് എടുക്കാം. ഇപ്പോൾ ലീഫിൻ്റെയും അതുപോലെ തന്നെ ഫ്ലേവറിൻ്റെയും എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു 2 ഫ്ലേവറിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് LED ഘടിപ്പിക്കേണ്ടത്. അപ്പോൾ LED ഘടിപ്പിക്കുന്ന വർക്കിലോട്ട് പോകാം.
ആദ്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ LED ഘടിപ്പിക്കുന്നത്. ഇതിനായി ഒരു മെഴുകുതിരി എടുത്ത് അതൊന്ന് കത്തിച്ചതിന് ശേഷം ഇനി ആ ഒരു LED ഒരു അറ്റം മാത്രം ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഫ്ലവറിലേക്ക് ഇറക്കി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്. ഇതുപോലെ ആ ഒരു 3 LED നമുക്ക് ചൂടാക്കി ഇറക്കി വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു 3 LED ഒരു അകലത്തിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ ഒരു എടുത്തു വെച്ച ഒരു ഫ്ലവറും കൂടി ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നില്ല, കാരണം ഒരു സാധാരണ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്ലൂ ഗണ്ണൊന്നും കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനൊരു പശയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു പശ ഉപയോഗിച്ചിട്ട് ആണ് എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക് വർക്കിലോട്ട് പോകാം. അതിനായി ഈ ഒരു LED ഈ ലെഗുകളൊക്കെ നമുക്ക് അതുപോലെ ആ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു നെഗറ്റീവിൽ നിന്നും അതിൻ്റെ ഒരു പോസിറ്റീവിൽ നിന്നും ലെഗുകളെടുത്ത് ഇതുപോലെ യോജിപ്പിച്ച് വെക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു നെഗറ്റീവിൽ നിന്നും ഒരു പോസിറ്റീവിൽ നിന്നും എടുത്ത് ഒരേപോലെ വെച്ച് ആ ഒരു ഭാഗത്തായി നമുക്ക് ഒരു ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് ചുറ്റിയെടുക്കാം. ചെമ്പ് കമ്പി എടുക്കാനായിട്ട് ഞാനൊരു വയറാണ് എടുത്ത് വയർ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു 3 പീസ് നമുക്ക് ആവശ്യമുള്ളൂ. ആ ഒരു 3 പീസ് എടുത്ത് ഇതുപോലെ ഈ അടി കൂടെ എടുത്തതിന് ശേഷം നമുക്ക് 2 റൗണ്ട് ചുറ്റി നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഭംഗിയായി തന്നെ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലാസ്റ്റ് ഭാഗത്തായി LED പോസിറ്റീവ് ലെഗിൽ ആ ഒരു റെസിസ്റ്റർ വെക്കണം. 1K റെസിസ്റ്ററാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. 1K റെസിസ്റ്റർ ആ ഒരു ഭാഗത്തായി LED പോസിറ്റീവ് ഭാഗത്തായി തന്നെ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതാണ്. ശേഷം 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ ഫീൽമോൾ പോർട്ടിലെ പോസിറ്റീവ് ഭാഗം നമുക്ക് ആ ഒരു റെസിസ്റ്ററിൻ്റെ പോസിറ്റീവിൽ ഘടിപ്പിച്ച് വെക്കാം. നെഗറ്റീവ് മറ്റൊരു ആ ഒരു തൊട്ടടുത്തുള്ള LED നെഗറ്റീവിലോട്ടും കണക്റ്റ് ചെയ്യാം. അതുപോലെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ LED വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ആ ഒരു അവസാനത്തെ വർക്കിലോട്ടാണ് പോകുന്നത്. ആ ഒരു ലീഫിലോട്ട് ഇറക്കി വെച്ച ശേഷം ഇതുപോലെ ഗ്ലൂ നന്നായി തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു തെർമോക്കോൾ എടുത്ത് ആ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. അതുപോലെ ആ ഒരു ഫീമെയിൽ പോട്ടിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗത്തും നമുക്ക് ഇതുപോലെ പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഈ ഒരു ഫ്ലവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഭംഗിയായി തന്നെ ആ ഒരു ഫ്ലേവർ നമുക്ക് കത്തുന്നതായി കാണാം.
വീടിൻ്റെ ഒരു ക്രിസ്മസ് സീസണിൽ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചിലവും അധികമില്ല, വളരെ ഭംഗിയായി തന്നെ ഇതുപോലെ ഒരു LED ഫ്ലവർ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായി തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റിൻ്റെ വർക്ക് ഇതിന് ആവശ്യമായി വരുന്നതുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ടേജിൽ ഇതുവരെ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.